ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ 29-ാം നോമ്പിൻ്റെ അന്ന് പൊലച്ചക്ക് എണീറ്റിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് മക്കളൊക്കെ കിടന്നിട്ടുണ്ട്, ഞാൻ കിടന്നിട്ടില്ല കേട്ടോ. കാരണം നാളെ ഇനിയിപ്പോൾ പെരുന്നാളാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീടൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കണം. മുകളിലൊക്കെ ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടിടണം. അതിൻ്റെ തലേ ദിവസം തന്നെ നമ്മളൊരാളെ വിളിച്ചിട്ട് വീടൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റാക്കി ക്ലീൻ ചെയ്തിട്ട് വിരിക്കണം, അങ്ങനത്തെയൊക്കെ പണിയുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ എണീറ്റ് കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ വേഗം അവർ എണീക്കണതിൻ്റെ മുന്നേ തന്നെ മുകളിലൊക്കെ പോയിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് സൂപ്പറാക്കിയിട്ടിടണം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ചധികം സമയമായിട്ടോ, നിങ്ങൾ കണ്ടല്ലോ കുറച്ച് ആ ചെറിയ ചെറിയ മിന്നാമിനുങ്ങ് പോലുള്ള ലൈറ്റുകളുണ്ടല്ലോ, അത് ഒരു 2-3 വർഷം മുന്നേ ഞാൻ ഖത്തറിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. ഒരു വർഷമായിട്ട് നമ്മൾ ഏതോ ഒരു പ്രോഗ്രാമിന് നമ്മളെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് അത് എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ട് ഞാൻ വീട് മൊത്തം തിരയായിരുന്നു കേട്ടോ, എവിടെയും കാണാനുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വീടൊക്കെ റിനോവേഷൻ ചെയ്ത സമയത്തൊക്കെ പോയോന്നൊന്നും അറിയാത്ത ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ ഞാൻ വീണ്ടും മുകളിലൊക്കെ ഒന്ന് പോയി നോക്കിയപ്പോൾ കിട്ടിയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം നന്നായിട്ട് കെട്ടിപ്പണിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ അതൊക്കെ ഒന്ന് വിട്ട് കിട്ടാനായിട്ട് അതിന് കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ മുകളിൽ വന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടിടാണ് കേട്ടോ. നമ്മളെ മുകളിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. പക്ഷെ അതിൽ 2 ബെഡ്റൂമേ നമ്മൾ മൊത്തത്തിലൊന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുള്ളൂ. ഒരു ബെഡ്റൂം നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത് നമുക്കൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ പോയി ഇനിയിപ്പോൾ ഇൻഷാല്ലാ നമ്മുടെ പ്ലാന് പ്രകാരമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇടാണ് കേട്ടോ. ഇനിയിപ്പോൾ താഴെയുള്ള ബെഡ്റൂമുകൾ ഞാൻ പെരുന്നാളാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് രാത്രി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഇടുള്ളൂ കേട്ടോ. ഇനി പെരുന്നാളാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഇതിനായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കണം എന്ന് വിചാരിക്കുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ പെരുന്നാളാണെന്ന് അറിഞ്ഞാൽ പിന്നെ നമുക്ക് നോമ്പൊക്കെ തുറന്ന് ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങണം. മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ട് ഇടണം കേട്ടോ. അതൊരു പണിയുണ്ട്. പിന്നെ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് മുന്നേ തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയും നല്ല പൊടിയാണ് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഒന്നിങ്ങനെ വെള്ളം അടിച്ച് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും വേണം. നോമ്പ് നോറ്റുകൊണ്ട് തന്നെ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നല്ല ക്ഷീണമാണ് കേട്ടോ. നമുക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അത്ര ക്ഷീണമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഉണ്ടോയെന്നറിയില്ല, ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ ഞാൻ ചോദിച്ച ആളുകളൊക്കെ പറഞ്ഞു കേട്ടോ, നോമ്പ് ഒരു 26, 27 വരെയൊന്നും വലിയൊരു കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. പക്ഷേ 28, 29 ഒക്കെ ഭയങ്കര ക്ഷീണമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വോയിസ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ലാസ്റ്റ് നോമ്പ് തുറന്നതിന് ശേഷം ആണ് കേട്ടോ. ഞാനിപ്പോൾ ഈ വോയിസ് കൊടുക്കുന്നത് ഈ സമയത്ത് പള്ളിയിൽ നിന്ന് ദിക്റും കാര്യങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ രാവിലെ വെളിച്ചം വെച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളെ മുകളിൽ നിന്ന് താഴെ നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മൾ താഴെ ഭാഗത്ത് കണ്ടോ ഇതുപോലൊരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോമ്പിൻ്റെ ആ ഒരു ക്ലീനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഈ ഗ്ലാസ് കഴുകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ആ ഗ്ലാസ് നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ടാണ് കേട്ടോ കഴുകിക്കാറുള്ളത്. 2-3 ഗ്ലാസ്സാണ് കേട്ടോ നമ്മളെ വീട്ടിൽ മൊത്തത്തിൽ ഇട്ടിട്ടുള്ളത്. ഇതിപ്പോൾ കണ്ടത് ഒരു കോട്ടിയാട് പോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇവിടെ ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതായിരുന്നു. പക്ഷേ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലാസ്സാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും എല്ലാ നോമ്പിനും നമ്മളിതൊക്കെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടിടാറുണ്ട് കേട്ടോ, പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അതിനൊന്നുള്ള ഒരു സമയം കിട്ടിയില്ല, പിന്നെ ആളെയും കിട്ടിയില്ല കേട്ടോ. അപ്പം അതൊക്കെ കുറച്ച് വൃത്തികേടായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലാസ് ക്ലീൻ ചെയ്യാനിരുന്നാൽ പിന്നെ ഈ ഇൻ്റർലോക്ക് ആകെ നാശമായി പോകും കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അത് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. നമ്മുടെ ഈ താഴ് ഭാഗങ്ങളൊക്കെ ഞാൻ കുറച്ച് ബ്രഷൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, മുറ്റം അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച്
ഇനിയിപ്പോൾ ഇതാ കിച്ചണിൽ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. നമ്മൾ ഈദിനായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ഈദിന് വരുന്ന പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റുകൾക്ക് കൊടുക്കാനായിട്ട് ഫ്രൂട്ട് കസ്റ്റാർഡാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. പക്ഷേ ഇപ്പം നല്ല ചൂടല്ലേ, ഇനിയിപ്പോൾ നമ്മൾ പായസവും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അധികം ആളുകൾക്കൊന്നും വേണ്ടി വരില്ല. അപ്പോൾ പിന്നെ കൂളായിട്ടുള്ള കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രൂട്ട് കസ്റ്റാർഡാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇത് നേരത്തെ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമാണല്ലോ. ഇതാണെന്ന് പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് അത്ര ഒരു ടെൻഷനും കാര്യങ്ങളില്ല. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം കിച്ചണിൽ വന്നിട്ട് അതൊന്ന് തയ്യാറാക്കി വെക്കണം. പിന്നെ മാറി മാറി ഇങ്ങനെ പോവാണ് കേട്ടോ പറയുന്നത്. ചിക്കൻ എന്ന് പറഞ്ഞത് കിച്ചണായിട്ട് വന്നിട്ടോ. അപ്പോൾ ചിക്കന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും ഇപ്പോൾ വരും. എന്നിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് മസാലയൊക്കെ പുരട്ടിയിട്ട് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുള്ളതും മന്തിയിലേക്കുള്ള ചിക്കനൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ ഇതിന് മന്തിയുണ്ട്, ചിക്കൻ മന്തിയാണ് കേട്ടോ ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. പിന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. പിന്നെ നമ്മുടെ കാടുണ്ടല്ലോ അതും ഇൻഷാല്ല ഫ്രൈ ചെയ്തിട്ടെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് കാട കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഞാൻ ഇൻഷാല്ല എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ബീഫൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇവിടെ കാക്കുള്ള സമയത്ത് മാത്രമേ നമ്മൾ ബീഫൊക്കെ വാങ്ങാറുള്ളൂ കേട്ടോ. ഞാനായാലും മക്കളായാലും ഒന്നും ബീഫ് കഴിക്കില്ല. അപ്പോൾ പിന്നെ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണ് ഉണ്ടെങ്കിൽ തന്നെ അധികം ആളുകളൊന്നും നമ്മുടെ റൈസ് ഐറ്റംസ് ഒന്നും കഴിക്കില്ല കേട്ടോ. എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ നമ്മൾ കൂളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പം അതങ്ങനെ. പിന്നെ ഇതിൻ്റെ ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം റെസ്റ്റൊക്കെ ചെയ്ത് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. ആ സമയത്താണ് എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരോട് ഞാൻ നോമ്പ് ഒന്നിനേ പറയുന്നുണ്ട് നോമ്പ് തുറക്കാനായിട്ട് വരാൻ കേട്ടോ. പക്ഷെ അവർക്കും തന്നെ സ്കൂളും മദ്രസും പിന്നെ ഓരോ അവരുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ അവർക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ എൻ്റെ ഞാൻ പർച്ചേസിങ്ങിന് പോയ സമയത്ത് ഒരു ഷോപ്പിൽ വെച്ചിട്ട് നമ്മുടെ മക്കൾക്ക് വാങ്ങിയിട്ടുള്ള ഫാൻസി ഐറ്റംസൊക്കെ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജ്യേഷ്ഠത്തിയുടെ മൂത്ത മോനെ വിളിച്ചിട്ട് അവനോടൊന്ന് വാങ്ങിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നോമ്പ് തുറക്കണ സമയത്താട്ടോ വന്നത്. അപ്പോൾ പിന്നെ ഫുഡൊക്കെ ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് അപ്പോൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് ഞാൻ രാവിലെ ഒരു 4 മണി തൊട്ട് ഈ ഒരു സംഭവത്തിൻ്റെ ബാക്കിലാണ് കേട്ടോ. ഇത് കുറേ ആയിട്ട് ഞാനിങ്ങനെ പിന്നെ ഒന്ന് എന്ത് ചെയ്തിട്ടും ഇതൊന്ന് കത്തിട്ട് വരുന്നില്ല കേട്ടോ. ഇതിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നതില്ല. കുറേ സമയം കഴിഞ്ഞിട്ട് ഒരു 4-5 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ ഞാനിതൊന്ന് സെറ്റാക്കിയിട്ട് വരാൻ. പക്ഷേ എന്നാലും അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. അതൊക്കെ ഒന്ന് ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഇപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ നോമ്പൊക്കെ തുറന്നു എല്ലാം കഴിഞ്ഞു. പെരുന്നാളാണെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ ഫിത്ർ സക്കാത്തിൻ്റെ അരി കൊടുക്കുക കേട്ടോ. ആ അരിയൊക്കെ ഒന്ന് അളന്നിട്ട് ഓരോരോ കവറിലാക്കിയിട്ട് നമ്മൾ അടുത്തുള്ള വീടുകളിലൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് എടുത്തു വെക്കുക കേട്ടോ. അപ്പം നമ്മുടെ ലാസ്റ്റ് നോമ്പിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.